മഴതോറും മുൻപ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അലീനയെ തിരിച്ച് ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം അനു തിരിച്ച് വീട്ടിലേക്ക് പോയി ഹരിയെയും രാജീവിനെയും ശിവനെയും ഒക്കെ അവരോടൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട്. അലീന തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം അവൾ പല കാര്യങ്ങളും ആലോചിച്ച് വല്ലാത്ത സങ്കടത്തിലാവാണ്. അവസാനം അവൾ ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. ഗംഗാധര മേനോനെ കണ്ടതിന് ശേഷം അവളുടെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നുള്ള കാര്യം, അമ്മ ആരാണെന്നുള്ള സത്യം അവൾക്ക് തിരിച്ചറിയാം. ഇപ്പോ അവളുടെ അങ്കിളുമാരും അവളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവളുടെ അച്ഛൻ ആരാണെന്ന്, അവളുടെ അമ്മയെ ഇത്രയധികം വേദനിപ്പിച്ച് സ്നേഹിച്ച് ചതിച്ചിട്ട് പോയ ഒരു മനുഷ്യൻ, ആ ഒരു മനുഷ്യൻ ആരാണെന്നുള്ള കാര്യം അവൾക്ക് അറിഞ്ഞേ മതിയാവൂ എന്നുള്ള തീരുമാനത്തിൽ അവൾ ഗംഗാധര മേനോനെ കാണാനായിട്ട് പോവാണ്. അവിടെ ചെന്ന് ഗംഗാധര മേനോനെ കണ്ടതിന് ശേഷം ചോദിക്കുന്നുണ്ട്, അങ്കിളിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആ സമയത്ത് ഗംഗാധര മേനോൻ പറയും, എന്താ മോളെ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. എന്തെങ്കിലും പൈസ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അയ്യോ അങ്കിളെ, എനിക്ക് പൈസയൊന്നും വേണ്ട. എൻ്റെ അക്കൗണ്ടിലേക്ക് അച്ഛൻ ഒരുപാട് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതും പോയിട്ട് അച്ഛൻ്റെ നിർബന്ധപ്രകാരം നിങ്ങളും അതിലേക്ക് വലിയ തുക തന്നെ തന്നിട്ടുണ്ടല്ലോ. അച്ഛൻ പറയുന്നത് എന്തെങ്കിലും എനിക്കൊരു പൈസയ്ക്ക് വേണ്ടി മറ്റൊരാളുടെ മുൻപിൽ കൈനീട്ടേണ്ട ആവശ്യമുണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് അച്ഛനും അച്ഛൻ്റെ സമ്പാദ്യത്തിൽ നിന്നും ഒരു തുക അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ചിട്ടും എൻ്റെ അക്കൗണ്ടിലേക്ക് തുക ഇടിയിപ്പിച്ചത്. അതുകൊണ്ട് എനിക്കൊരിക്കലും ഇനി പൈസയുടെ ആവശ്യമൊന്നുമില്ല. അങ്കിൾ, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്കിളിൻ്റെ അടുത്ത് എനിക്കത് ചോദിക്കാമോ? അന്നേരം ഗംഗാധര മേനോൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ കാര്യമെന്ന് പറയോ? ആ സമയത്തിന് അലീന പറയുന്നുണ്ട്, അങ്കിളെ, എൻ്റെ അമ്മയെ എനിക്കിപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞു. എൻ്റെ അങ്കിൾമാർക്കും എനിക്കിപ്പോൾ തിരിച്ചറിയാം. അവർക്ക് എന്നെയും തിരിച്ചറിയാം. അപ്പോൾ എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്നൊരു തോന്നലിപ്പോൾ ഉണ്ട്. പക്ഷേ എൻ്റെ അമ്മയെ ചതിച്ചിട്ട് പോയ ആ മനുഷ്യൻ എൻ്റെ അച്ഛനാണെന്ന കാര്യം എനിക്കറിയണം. അങ്കിളിന് മാത്രമായിരിക്കും ചിലപ്പോൾ എൻ്റെ അച്ഛനെ തിരിച്ചറിയാവുന്നത്. അങ്കിളിന് എൻ്റെ അച്ഛൻ ആരാണെന്ന കാര്യം അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗംഗാധര മേനോൻ പണ്ടത്തെ കാര്യങ്ങൾ അലീനയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗംഗാധര മേനോൻ അലീനയോട് പറയും, മോളെ, നീ ഇപ്പോൾ ആരാണെന്ന്, നിന്റെ അമ്മ ആരാണെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഇതൊരിക്കലും വൈജയന്തി അറിയിക്കരുത്. നീ അവളുടെ മകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഒരു പക്ഷേ അത് താങ്ങാനാവില്ല. അവളുടെ മകൾ മരിച്ചുപോയി എന്നാണ് അവൾ ഇപ്പോഴും കരുതുന്നത്. ആ സമയത്ത് നീ ജീവിച്ചിരിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ബാലചന്ദ്രനെ ഈ സത്യങ്ങളെല്ലാം തന്നെ അറിയാമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവൾ എന്തായാലും ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് ഒരിക്കലും അവൾ ഈ കാര്യം അറിയരുത്. നീ അവളുടെ മകളാണെന്നുള്ള സത്യം ഒരിക്കലും അവൾ അറിയരുത്. ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് തന്നെ വൈജയന്തി വിചാരിച്ചോട്ടെ എന്നൊക്കെ പറയായിരിക്കും ഗംഗാധരൻ. അന്നേരം അലീന പറയുന്നുണ്ട്, ഒരിക്കലും ഞാനായിട്ട് ഇത് പറയില്ല അങ്കിളെ. ഒരിക്കലും ഞാൻ അമ്മയെ ഈ കാര്യം അറിയിക്കില്ല. അമ്മയുടെ മകൾ ഞാനാണെന്നുള്ള സത്യം ഒരിക്കലും അമ്മ അറിയാൻ പോകുന്നില്ല. ഞാനത് അറിയിക്കില്ല. എനിക്കെൻ്റെ അമ്മയെ എന്നും എൻ്റെ കൂടെ വേണം. എനിക്കെൻ്റെ അമ്മയെ കാണണം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയും. പക്ഷേ എനിക്കിപ്പോൾ ഒരു പേടിയുണ്ട്. പതിയെ പതിയെ എനിക്കറിയാമായിരുന്ന ആ ഒരു രഹസ്യം എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അച്ഛൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുപോലെ മനുവേട്ടൻ. ഇനി ബാക്കി അങ്കിളുമാരെങ്ങാനും അമ്മയിലേക്ക് അത് എത്തിക്കുമോ എന്നുള്ള കാര്യം എനിക്ക് പേടിയുണ്ട് അങ്കിളേ എന്ന് പറയണ അലീന. ഗംഗാധരമേനോൻ പറയുന്നത്, അങ്ങനെ ഞങ്ങൾ ആരും വൈജയന്തിയോട് ഒന്നും തന്നെ സത്യം പറയില്ല. മോളായിട്ട് ഇത് പറയാതിരുന്നാൽ മതിയെ എന്ന് പറയും. ഇനി സ്റ്റാൻലിയുടെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റാൻലിയും വൈജയന്തിയും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. അവർ രണ്ടുപേരും വളരെയധികം സ്നേഹത്തിലായിരുന്നു. എന്താണ് അവർക്കിടയിൽ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. അവൾ ഗർഭിണിയായിരിക്കുമ്പോൾ 8-ാം മാസത്തിൽ കല്യാണം രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാൻലി തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. അവർ ഒരുമിച്ച് ജീവിച്ചിടത്തോളം കാലം അത്രയും അധികം സ്നേഹത്തോടു കൂടിയാണ് രണ്ടുപേരും കഴിഞ്ഞിരുന്നത്. പക്ഷേ അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സ്റ്റാൻലി നാട്ടിലേക്ക് പോയതിനു ശേഷം പിന്നീട് അവർ തമ്മിൽ യാതൊരുവിധ കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും തന്നെ വൈജയന്തിക്കും സാധിച്ചില്ല. ഞാനും വൈജയന്തിയും പലതവണ അവനെ മാറി മാറി ഫോണിൽ വിളിച്ചു. പക്ഷേ അവനെ വിളിച്ചിട്ട് അവനിൽ നിന്നും ഒരു പ്രതികരണവും കിട്ടിയില്ല. ആ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായി അവൻ അവളെ ചതിക്കുമായിരുന്നു എന്ന്. വൈജയന്തിക്കാണെങ്കിലും ആ ഒരു സംഭവം താങ്ങാനായില്ല. അപ്പോൾ അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. മറ്റൊരു സഹായമില്ലാത്തതുകൊണ്ട് ഞാനാണ് വൈജയന്തിയെ കൂട്ടി കൈതക്കൽ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. മറ്റാരും തന്നെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ നേരെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് അവിടെ വെച്ച് ഡെലിവറി നടത്തി. കുഞ്ഞിനെ ഒന്ന് കാണാനോ ഒന്നിനും തന്നെ അച്ഛൻ ഞങ്ങളെ അനുവദിച്ചിരുന്നില്ല. ആ സമയത്ത് അച്ഛൻ പറഞ്ഞിരുന്നത് കുഞ്ഞ് പ്രസവത്തിൽ തന്നെ മരിച്ചുപോയി എന്നാണ്. ഞങ്ങളെല്ലാവരും ആ ഒരു സത്യം വിശ്വസിച്ചു. ആ ഒരു സത്യം തന്നെയായിരുന്നു ഞങ്ങൾ ഇത്ര കാലം വിശ്വസിച്ചിരുന്നത്. നിന്നെ കാണുന്നത് വരേക്കും അങ്ങനെ തന്നെയായിരുന്നു വിശ്വസിച്ചത്. വൈജയന്തിയുടെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് വൈജയോടും അച്ഛൻ അത് തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം അവൾ വല്ലാത്ത വിഷമത്തിലായിരുന്നു. ഇനി അവളുടെ ജീവിതത്തിൽ മറ്റൊരു പുരുഷൻ വേണ്ട, അവൾക്കൊരു വിവാഹം വേണ്ട എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു വൈജയന്തി. ആ സമയത്താണ് ബാലചന്ദ്രൻ വീണ്ടും വൈജയന്തിയെ കല്യാണം ആലോചിച്ചു വരുന്നത്.
പണ്ടു മുതലേയുള്ള വീട്ടിലെ ജോലിക്കാരിയുടെ മകനായിരുന്നത് കൊണ്ട് തന്നെ ബാലചന്ദ്രന് വൈജയന്തിയെ കുഞ്ഞിലെ മുതൽ അറിയാമായിരുന്നു. അവൻക്ക് അവളോട് ഒരുപാധികം ഇഷ്ടമായിരുന്നു. പക്ഷേ ആ സ്നേഹം അവൻ തുറന്നു പറഞ്ഞപ്പോഴേക്കും അവിടെ വളരെയധികം പ്രശ്നമായി. വീട്ടുജോലിക്കാരിയുടെ മകന് അങ്ങനെ ഒരു ബന്ധം തോന്നാൻ പാടില്ല എന്നതായിരുന്നു അച്ഛൻ കുഞ്ഞിരാമൻ നായർ പറഞ്ഞ് ബാലചന്ദ്രനെ അന്ന് വിലക്കിയിരുന്നത്. അതിനുശേഷം ബാലചന്ദ്രൻ മേനോൻ നേരെ ഗൾഫിലേക്ക് പോവുകയും അവിടെ വെച്ച് നന്നായിട്ട് തന്നെ സമ്പാദിച്ച് ഒരു പണക്കാരനായിട്ട് തിരിച്ചു വരികയും ചെയ്തു. എന്നിട്ട് വൈജയന്തിയെ കല്യാണം ആലോചിച്ചു. വന്നപ്പോൾ തന്നെ ഞങ്ങൾക്കാർക്കും എതിർക്കാനായിരുന്നില്ല. അവൻ അത്രയധികം സമ്പാദിച്ചു കഴിഞ്ഞിരുന്നു. അതുമാത്രമല്ല, വൈജയന്തിക്ക് ഇത്രയധികം വലിയ ദുരിതം സംഭവിച്ചു നിൽക്കുന്ന സമയത്താണ് ബാലചന്ദ്രൻ അവളെ വിവാഹം ആലോചിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മറ്റൊന്നും നോക്കിയില്ല. ബാലചന്ദ്രനോട് ഈ ഒരു സത്യമെല്ലാം തന്നെ മറച്ചുവെച്ച് വൈജയന്തിയെ അവന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. 22 വർഷങ്ങളായിട്ടും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ തന്നെ അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. 3 മക്കളെ പ്രസവിച്ചു. പക്ഷേ നീ വന്നതിന് ശേഷമാണ് അവരുടെ ജീവിതത്തിൽ താളപ്പിഴവുകളെല്ലാം തന്നെ ഉണ്ടായത്. പക്ഷേ അത് നീ അറിഞ്ഞുകൊണ്ടൊന്നുമല്ലല്ലോ ചെയ്തത് മോളെ. അതുകൊണ്ട് നീ അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ സമയത്തിന് അലീന പറയുന്നുണ്ട്, എനിക്കറിയാം മകളെ, ഞാൻ കാരണമാണ് അച്ഛനും അമ്മയും തമ്മിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായതെന്ന്. അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നും പോവണം. എൻ്റെ അച്ഛനെ എനിക്ക് കണ്ടുപിടിക്കണം. എൻ്റെ അമ്മയെ എന്തിനാണ് വഞ്ചിച്ചത് പോയതെന്ന് എനിക്ക് അന്വേഷിക്കണം. ഞാൻ ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം തന്നെ പഴയതുപോലെയാവും. കുറെ നാൾ കഴിയുമ്പോൾ എൻ്റെ അമ്മ പോലും കാണില്ല. അപ്പോൾ അച്ഛനും അമ്മയും സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കണം. എവിടെയാണെങ്കിലും ഇരുന്ന് എനിക്കത് കാണേ വേണം എന്ന് പറയുന്ന ആ ഒരു സമയത്താണ് കേട്ടോ ഗംഗാധര മേനോൻ പറയുന്നത്, അങ്ങനെ ഞങ്ങൾ നിന്നെ വിടില്ല മോളെ. നിന്നെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ നിന്നെ കല്യാണം കഴിപ്പിച്ച് നല്ലൊരു പയ്യന്റെ കൂടെ പറഞ്ഞയക്കണം. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറയും. ആ സമയത്തിന് അങ്ങോട്ടേക്ക് ബാലചന്ദ്രൻ കടന്നു വരുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എവിടേക്ക് പോകുന്ന കാര്യമാ മോളെ നീ ഈ പറയുന്നത്? ആ സമയത്തിന് അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് പിന്നെ അച്ഛാ, ഞാൻ എൻ്റെ അച്ഛനെ തേടി പോവാണെന്ന് പറയും. എനിക്ക് എൻ്റെ അച്ഛൻ എവിടെയാണെന്നറിയണം. അമ്മ എന്തിനാണ് വഞ്ചിച്ചു പോയതെന്ന് എനിക്കറിയണം. ആ സത്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയും. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ, നിന്നെ ഞാൻ ഒരിക്കലും തനിച്ചു വിടില്ല. വൈജയന്തിയെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള സമയമായി. നീ ഇല്ല എന്നുള്ള ഒരൊക്കെ ഉറപ്പോടുകൂടിയാണ് വൈജയന്തി ഇങ്ങോട്ടേക്ക് വരാമെന്ന് സമ്മതിച്ചത്. അവൾക്ക് തീരെ വയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ അത് കണ്ണടച്ച് സമ്മതിച്ചു. പക്ഷേ ഇനി ഞാനും കൂടെ നിന്റെ കൂടെ വരുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവൾ തീരെ അങ്ങ് വയലന്റ് ആവും. അതുകൊണ്ട് മനുവിനെ ഞാൻ നിന്റെ കൂടെ അയക്കാം. മനു ആകുമ്പോൾ നിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചോളും. എന്നെ പോലെ തന്നെ മനു നിന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുമുണ്ട്. പക്ഷേ മോളെ, നിന്നെ അങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിനക്ക് നല്ലൊരു അഡ്രസ്സ് വേണ്ടേ, നിനക്ക് നല്ലൊരു ജോലി വേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ മനു പറയും, അതെ അങ്കിളെ, ഞാനും അത് തന്നെയാണ് അലീനയോട് പറയുന്നത്. അലീന നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞു. അവളെ നമുക്ക് പഠിപ്പിക്കണം അങ്കിളെ. അവള് പഠിച്ച് നല്ലൊരു ഡോക്ടർ ആവണം. ഒരു ഡോക്ടർ ആവാനുള്ള എല്ലാ യോഗ്യതയും അലീനക്കുണ്ട്. ഒരാളെ സംരക്ഷിക്കാനും അവർക്ക് മരുന്ന് കൊടുക്കാനും അവരോടൊപ്പം നിൽക്കുന്ന എല്ലാത്തിനും അവൾക്ക് താങ്ങായി തന്നെ അവൾ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവളെ പഠിപ്പിച്ച് നല്ലൊരു ഡോക്ടറാക്കാം എന്നൊക്കെ പറയാണ് മനു. ആ സമയത്തിന് അലീന പറയുന്നത്, അയ്യോ മനുവേട്ടാ, എനിക്കങ്ങനെ ഡോക്ടർ ആവണമെന്നൊന്നുമില്ല. എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണമെന്നേ മാത്രമേ ഉള്ളൂ. അന്നേരം ബാലചന്ദ്രൻ മേനോൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കൂടിയാൽ മതിയോ? നിനക്ക് നല്ലൊരു ജോലി വേണ്ടേ? നിന്നെ ആളുകളൊക്കെ അംഗീകരിക്കണ്ടേ? നിനക്ക് നല്ലൊരു വിവാഹം വേണ്ടേ? എന്നെങ്കിലൊക്കെ ഒറ്റപ്പെട്ടു പോയാലും അവനവന് സ്വന്തം തൊഴിലുണ്ടെങ്കിൽ തനിയെ ജീവിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ അച്ഛൻ പറയുന്നത്, മോളെ, നീ പഠിക്കണം. നല്ലൊരു കോളേജിൽ ചേർന്ന് അച്ഛൻ നിന്നെ പഠിപ്പിക്കാം. നീ ബാക്കി കാര്യങ്ങളെല്ലാം ഇപ്പം ആലോചിക്കണ്ട. അങ്ങനെ കാണാനാണ് എനിക്കാഗ്രഹം. നിന്നെ നന്നായി പഠിപ്പിച്ച് നല്ലൊരു ഉദ്യോഗസ്ഥയാക്കണം. അച്ഛൻ്റെ ഈ ആഗ്രഹം നീ സാധിപ്പിച്ചു തരണമെന്ന് പറയും. പക്ഷേ നിന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ അടുത്ത് നിന്നും പറഞ്ഞു വിടുന്നത്? അന്നേരം മനു പറയുന്നുണ്ട്, അങ്കിളെ, അതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് അങ്കിൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഞാനില്ലേ അലീനയുടെ കൂടെ. ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ തന്നെ അവളെ താമസിപ്പിച്ചോളാമെന്ന് പറയാണ് മനു. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആ മനു, നീ ഉള്ളത് മാത്രമാണ് എൻ്റെ ഏക ആശ്വാസം. ആ സമയത്ത് തന്നെ മനു പറയുന്നുണ്ട്, അങ്കിള് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അലീനയെ പഠിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ എത്തിക്കണം. ഒരു 5 വർഷം കൂടെ അവൾ പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അവളെ ഡോക്ടർ അലീന എന്ന് വിളിക്കാം, അല്ലേ? മനു ചോദിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശരി മനു, അങ്ങനെയാണെങ്കിൽ നീ അവളെ കൊണ്ടുപോയിക്കോളൂ. അവളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി കൊടുക്കണം. നീ എന്നെ വിളിച്ചാൽ മതി. നമുക്ക് നല്ലൊരു കോളേജിൽ ചേർത്ത് തന്നെ അവളെ പഠിപ്പിക്കാമെന്നൊക്കെ പറയും. അങ്ങനെ അലീനയുമായിട്ട് മനു ആ ഒരു വീടിന്റെ പടിയിറങ്ങാണ്. കൃഷ്ണമോൾക്കാണെങ്കിൽ അലീന പോകുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം വരും. ഓടി വന്ന് അലീനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ പൊട്ടിക്കരയാണ് കൃഷ്ണമോള്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തിനാ മോളെ നിനക്ക് ഇത്രമാത്രം സങ്കടം കാണിക്കുന്നത്? നിന്റെ ചേച്ചി ദൂരെ ഒരു കോളേജിൽ പഠിക്കാൻ പോയി എന്ന് മനസ്സിൽ വിചാരിച്ചാൽ പോരെ, ആ ഒരു സങ്കടമൊക്കെ അങ്ങ് മാറിക്കിട്ടുമെന്ന് പറയും.
അന്നേരം ബബിതയും രോഹിത്തുമാണെങ്കിൽ ഇതെല്ലാം കാണുമ്പോൾ വലിയ സന്തോഷമാവാണ്. എങ്ങനെയെങ്കിലും ഈ ഭാരണം ഈ വീട്ടിൽ നിന്ന് പോകുമെന്നല്ലോ എന്ന സന്തോഷത്തിലായിരിക്കട്ടെ ബബിതയും രോഹിത്തും ഒക്കെ. അവരെങ്ങനെയെങ്കിലും അവരെ പുറത്താക്കാൻ നോക്കുന്ന സമയത്തിന് അതൊന്നും സംഭവിച്ചിട്ടില്ല. ആ സമയത്തിന് അവളായിട്ട് തന്നെ പോകുന്ന സമയത്തിന് ഈ ഒരു കാഴ്ച കാണുമ്പോൾ ബബിതക്കും രോഹിത്തിനും ഒരുപാട് സന്തോഷാവാണ്. അങ്ങനെ അലീന പോയതിനെ തുടർന്ന് രാജീവൻ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. മനു പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ രാജീവനും ശിവനൊക്കെ ഈ ഒരു കാര്യം അറിയുന്നത്. ഉടനെ തന്നെ ബാലചന്ദ്രമേനോനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അത് അങ്ങനെ അവൾ പോയത് ശരിയാണോ ബാലചന്ദ്ര? അവൾ സ്റ്റാൻലിയെ തേടി പോയി എന്ന്. സ്റ്റാൻലിയെ ഇനി കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാണ്? അന്ന് വൈജയന്തിയെ ചതിച്ചിട്ട് പോയവനല്ലേ അവൻ. അവൻ തിരിച്ചിനി അവളെയും കൂട്ടി അവന്റെ മകളാണെന്ന് പറഞ്ഞ് അവളെയും കൂട്ടിയിട്ട് ഇനി വൈജയന്തിയെ കാണാനെങ്ങാനും തിരിച്ചു വരുമോ? ഇനി പഴയ കാര്യങ്ങളെല്ലാം കുത്തിപ്പൊക്കിയെടുത്ത് വൈജയന്തിയെ നശിപ്പിക്കാനാണോ അവരെല്ലാം ചിന്തിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് എന്തായാലും അലീനയെ സ്റ്റാൻലിയെ കണ്ടുപിടിക്കാനായിട്ട് വിടണ്ടായിരുന്നു, അതൊന്ന് തടയാമായിരുന്നു എന്ന് പറയായിരിക്കും. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നത്, അവൾ തേടിപ്പോയിരിക്കുന്നത് അവളുടെ അച്ഛനല്ലേ, ഞാനത് എങ്ങനെ തടയാനാണ്? അവൾക്ക് അവളുടെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹമുണ്ടാവില്ലേ? അന്നേരം രാജീവൻ പറയുന്നത്, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയും. മനുവും അലീനയും പുറത്തു പോയതിനു ശേഷം അവർ രണ്ടുപേരും വളരെയധികം സന്തോഷത്തിലായിരിക്കും. പുറത്തു പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പം മനു പറയുന്നത്, അലീന, ഇത് സിറ്റിയാണ്, നിനക്ക് ഇവിടെ കുറച്ച് മോഡേൺ ആയിട്ടൊക്കെ ഡ്രസ്സ് ധരിച്ചൂടെ? കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടല്ലോ. അന്നേരം അലീന പറയുന്നത്, മനുവേട്ട, എനിക്ക് അതിനോടൊന്നും തന്നെ ഒട്ടും താല്പര്യമില്ല. എനിക്ക് ഈ ഒരു വേഷം തന്നെയാണ് ഇഷ്ടം. അവരെല്ലാവരും എനിക്ക് തന്ന ക്യാഷ് അതൊന്നും എനിക്ക് ചെലവാക്കാനായിട്ടും തോന്നുന്നില്ല എന്നൊക്കെ പറയും. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയതിന് ശേഷം തിരിച്ച് ആ ഒരു ഫ്ലാറ്റിലേക്ക് തന്നെ വരുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് തന്നെ കുക്ക് ചെയ്ത് ഒരുമിച്ച് തന്നെ ഭക്ഷണമെല്ലാം കഴിച്ചു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സംസാരത്തിനൊടുവിൽ തന്നെ രണ്ടുപേരും കൂടുതൽ അടുത്തതോടുകൂടി തന്നെ മനു തൻ്റെ മനസ്സിലുള്ള ആ ഒരു പ്രണയം അലീനയോട് തുറന്നു പറയാൻ പോകുന്നുണ്ട്. മനു പതിയെ അലീന അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അലീന, നീ എപ്പോഴും നിന്റെ അച്ഛനെക്കുറിച്ചും കഴിഞ്ഞ കാലത്തെക്കുറിച്ചും ആലോചിച്ച് നീറുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാനാവുന്നില്ല. നിന്റെ നിഴലായി കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല. മനുവിന്റെ വാക്കുകൾ വലിയ ആത്മബന്ധത്തിന്റെ കരുത്തുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അലീന അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, മനുവേട്ടാ, ഞാൻ കണ്ടെത്താൻ പോകുന്ന സത്യങ്ങൾ എല്ലാവരുടെയും ജീവിതം തകർക്കുമോ? എനിക്ക് പേടിയാവുന്നു. മനു അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, സത്യം എപ്പോഴും വേദനിപ്പിക്കും അലീന, പക്ഷേ അത് പുറത്തു വന്നേ മതിയാവൂ. നിന്റെ കൂടെ ഞാനുണ്ട്. ആ സമയത്തന്നെ മനു തന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന പ്രണയം അലീനയോട് തുറന്നു പറഞ്ഞു. അലീനയുടെ കണ്ണുകൾ അങ്ങ് നിറഞ്ഞുപോയി. അതൊരു ഉത്തരമായിരുന്നു. അതേസമയം അലീനയും മനുവും കൂടി നടത്തുന്ന അന്വേഷണം സ്റ്റാൻലി എന്ന ആ ഒരു പഴയ മനുഷ്യന്റെ നിഗൂഢ ലോകത്തേക്ക് അവരെ എത്തിച്ചു. നാട് വിട്ടുപോയതിനു ശേഷം സ്റ്റാൻലി മറ്റൊരു നഗരത്തിൽ അനാഥാലയങ്ങൾക്കും ചാരിറ്റിക്കുമായിട്ട് തന്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ആ സത്യമെല്ലാം അവർ തിരിച്ചറിഞ്ഞു. പഴയ കാലത്ത് താൻ വൈജയന്തിയെ ചതിച്ചതല്ലെന്നും മറിച്ച് അലീനയുടെ മുത്തശ്ശൻ കുഞ്ഞിരാമ മേനോൻ നടത്തിയ ആ ഒരു വൻ ചതിയുടെ ഇരയായിരുന്നു സ്റ്റാൻലി എന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തന്റെ മകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന വാർത്ത സ്റ്റാൻലിയെ തളർത്തിക്കളഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം അച്ഛനും മകളും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ആ രംഗം ഹൃദയഭേദകമായിരുന്നു. മറുവശത്ത് വൈജയന്തിയുടെ അടുക്കൽ ഈ സത്യങ്ങൾ ഓരോന്നോരോന്നായി എത്തിക്കൊണ്ടിരുന്നു. ബാലചന്ദ്രൻ വലിയൊരു പ്രതിസന്ധിയിലായി. വൈജയന്തിയുടെ മാനസിക നില തകരുമോ എന്നതായിരുന്നു എല്ലാവരുടെയും പേടി. എന്നാൽ അലീനയും സ്റ്റാൻലിയെയും നേരിട്ട് കണ്ടപ്പോൾ വൈജയന്തി തകരുകയല്ല, മറിച്ച് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള കരുത്ത് നേടുകയാണ് ചെയ്തത്. തന്റെ മകളെ ഇത്രയും കാലം സംരക്ഷിച്ച ബാലചന്ദ്രനോട് അവൾക്ക് വളരെയധികം ബഹുമാനം തോന്നി. കുടുംബത്തിലെ കറുത്ത നിഴലായിരുന്ന പഴയ പകകൾ മാഞ്ഞു തുടങ്ങി. അലീനയുടെ ഡോക്ടർ പഠനത്തിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ മനുവിന്റെ മേൽനോട്ടത്തിൽ ആരംഭിച്ചു. അങ്ങനെ മഴ തോരും മുൻപേയിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് അടിപൊളി എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.